ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കർണാടക കോൺഗ്രസിൽ വലിയ രീതിയിൽ പരാജയ ഭീതി. അത് എന്താണ് ആ സാഹചര്യം? മാത്രമല്ല, ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് കർണാടക കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധവും ഉള്ള സാഹചര്യമുണ്ടല്ലോ. അതുകൂടാതെ എന്താണ് ഈ കോൺഗ്രസിലെ പരാജയ ഭീതിക്ക് മുഖ്യ കാരണങ്ങൾ? ലക്ഷ്മി, രാജ്യത്തൊട്ടാകെ കോൺഗ്രസ് പാർട്ടി തകർന്ന് വീഴുന്ന പശ്ചാത്തലമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ദുർബലമാണ്. പക്ഷേ അടുത്ത കാലത്ത് കോൺഗ്രസിന് ആകെ ഒരു ആശ്വാസം നൽകിയൊരു സംസ്ഥാനമായിരുന്നു കർണാടക. കഴിഞ്ഞ 2023 മെയ് മാസത്തിൽ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തൊന്നും കോൺഗ്രസ്സുകാർ ഇത്ര വലിയൊരു ആഘോഷമാക്കിയിരുന്നില്ല. അല്ലെങ്കിൽ BJP വിരുദ്ധ സ്വഭാവമുള്ള ആളുകൾ മുഴുവൻ അത് വലിയ ആഘോഷമായി കൊണ്ടു നടന്നിരുന്നു. അതിനുശേഷം പിന്നീട് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ കോൺഗ്രസ് വീണ്ടും പരാജയപ്പെട്ടു. അത് മറ്റൊരു ചരിത്രം. പക്ഷേ കർണാടകയിലെ വിജയം കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമൊക്കെ നൽകിയതാണ്. എന്നാൽ കർണാടകയിൽ പോലും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുതിർന്ന നേതാക്കളോ സിറ്റിംഗ് MLA-മാരോ തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. കാരണം കർണാടകയിലും കോൺഗ്രസ് വലിയ പരാജയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടുമെന്ന് പാർട്ടിക്കകത്ത് തന്നെ കൃത്യമായ വിലയിരുത്തലുകൾ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ സ്വന്തം സംസ്ഥാനം കൂടിയാണ് കർണാടക. മല്ലികാർജുൻ ഖാർഗെയോട് തന്നെ അവിടെ കർണാടക PCC മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഖാർഗെ ഇപ്പോഴും ഒരു നിലപാട് അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു സീറ്റിൽ പോലും കാര്യമായ വിജയപ്രതീക്ഷയില്ല. ഒന്ന്, സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം. ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് അവിടെ അധികാരത്തിലേറിയത്. പക്ഷേ കയറുമ്പോൾ തന്നെ അന്ന് നമ്മൾ കണ്ടിരുന്നു സിദ്ധരാമയ്യയും DK ശിവകുമാറും ഒക്കെ തമ്മിലുള്ള വലിയ അധികാര വടംവലിയും കയ്യാങ്കളിയും ഒക്കെ കഴിഞ്ഞാണ് സർക്കാർ അധികാരത്തിലേറിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വർഗീയ ധ്രുവീകരണം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇസ്ലാമിക വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. അങ്ങനെ അധികാരത്തിലേറിയ ഒരു സർക്കാരിന് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഉൾപാർട്ടി പ്രശ്നങ്ങൾ കോൺഗ്രസിനെ പിടിച്ചുലയ്ക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയം കർണാടകത്തിലും കോൺഗ്രസിന് ഉണ്ടാകും. ദേശീയ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അപ്രസക്തമാണ്. കുറച്ചെങ്കിലും സീറ്റ് ദേശീയ നേതൃത്വം പ്രതീക്ഷിക്കുന്നത് കേരളം പോലുള്ള ചുരുക്കം സംസ്ഥാനത്തു നിന്നാണ്. കേരളത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ, മറ്റൊരു സംസ്ഥാനത്തുമില്ല. പിന്നുള്ളത് കർണാടകയാണ് അവർക്കൊരു പ്രതീക്ഷയുള്ളത്. പക്ഷേ കർണാടകത്തിൽ വലിയ BJP മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ 28 ലോക്സഭാ മണ്ഡലങ്ങളിൽ 26ലും BJP ആണ് വിജയിച്ചത്. 2 സീറ്റുകൾ മാത്രമാണ് കൈവിട്ടു പോയത്. അതൊന്ന് ജനതാദൾ യുണൈറ്റഡ് സെക്യുലർ ഒരു സീറ്റിലും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഒരു സീറ്റിലും വിജയിച്ചു. ബാക്കി മുഴുവൻ സീറ്റുകളും BJPക്കൊപ്പമാണ് നിന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു സവിശേഷത ജനതാദൾ സെക്യുലർ NDAയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഓൾഡ് മൈസൂർ റീജിയനിൽ ഉൾപ്പെടെ വലിയ സ്വാധീനമാണ് HD കുമാരസ്വാമി ദേവഗൌഡ നേതൃത്വത്തിന് ഉള്ളത്. ആ സംഘടന കൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ BJP നേതൃത്വം നൽകുന്ന NDAയുടെ ഭാഗമാണ്. അതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും ജനതാദൾ എസും സംയുക്തമായി മത്സരിക്കുമ്പോൾ അതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യബോധം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർക്കും MLA-മാർക്കും എല്ലാം ഉണ്ട്. അതിനാൽ ആരും സീറ്റ് വേണ്ട എന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുകയും ദേശീയ നേതൃത്വം ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും പല നേതാക്കളും മത്സരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യവുമുണ്ട്. ഇതാണ് കർണാടകയിലെ കോൺഗ്രസിനെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന പശ്ചാത്തലം. ഗൗതമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.